വീട്ടിലുള്ള സകല ആൾക്കാർ അനുവിനെതിരെ സംസാരിച്ചിട്ടും അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്, അതായത് ആ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ പോട്ട് ഒരു കപ്പ് അങ്ങോട്ട് നീങ്ങിയിരുന്നാൽ അതിനെക്കുറിച്ച് 100 കുറ്റം പറയുന്ന അനീഷ് എന്തുകൊണ്ടാണ് അനുവിനെതിരെ സംസാരിക്കാത്തത്? അതിനെതിരെ പ്രത്യേക സ്ട്രാറ്റജി ആയതുകൊണ്ടാണോ, ലാസ്റ്റ് എടുക്കാം എന്ന് വെച്ചിട്ടാണോ, അതോ പേടിച്ചിട്ടാണോ? അനീഷ് എന്താ പറയാനുള്ളത്? അനുവിന്റെ വിഷയമായതുകൊണ്ട് അത് തെറ്റും ശരിയും എന്താണെന്ന് അറിയില്ല. എന്നാൽ വൈൽഡ് കാർഡിനെ കുറിച്ച് പറയൂ, അത് ഞാൻ പറയാം. ഇതാ ആ വൈൽഡ് കാർഡ് ഉണ്ടല്ലോ, ഇവൻ ഇത് ഇങ്ങനെ അനീഷ് അതിനെ കുറിച്ച് ഒന്നും പറയില്ലേ? ഭയങ്കര ഗെയിമാണ്, മനസ്സിലായില്ലേ? പരിണാമം രേവതി അനീഷിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അനീഷിന്റെ ഗെയിമാണ് കളിക്കുന്നത്. അനീഷിന് ആ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. അയാളുടെ ഗെയിം കളിച്ചിട്ട് പോവുക. അനീഷിനറിയാം അനീഷ് എന്ത് ചെയ്യണമെന്ന്, അനീഷ് എങ്ങനെ കളിക്കണമെന്ന് അനീഷ് അറിയാം. അയാളുടെ ഒരു സ്റ്റെപ്പായിട്ട് അയാളുടെ ഒരു ഗെയിം, അയാളുടെ ഒറ്റ സ്ട്രാറ്റജി, ഒരു കൈ അകലം. അനുമോൾ വന്നിട്ടും പറഞ്ഞ് അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം അനീഷിന്, എന്നിട്ടും പറഞ്ഞ് ഒരു കൈ അകലം അങ്ങോട്ട് മാറി നിൽക്കുക. അതാണ് അനീഷിന്റെ ഗെയിം. ഈ പറഞ്ഞ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അനുമോൾ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. സ്ട്രോങ് ആണ്, ആയിക്കോട്ടെ. പക്ഷേ ഇതേ അനുമോൾ തന്നെയല്ലേ ആദ്യ സമയത്ത് ഒരു ചപ്പാത്തിയുടെ പേരിൽ കരഞ്ഞത്? അപ്പോൾ പല പല നിലപാടുകളാണ്, ഒറ്റ നിലപാട് നിൽക്കുന്നതല്ലേ നമുക്ക് വേണ്ടത്. അതല്ല ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇതിനെ ഗെയിമായിട്ട് കാണുക, അല്ല ജീവിതമായിട്ട് ആരും കാണണ്ട. ശരിക്കും അനുമോൾ ഇവിടെ നായികയും ജിസേൽ വില്ലത്തിയുമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോഗ്രസീവായിട്ട് പുരോഗതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒറ്റയടിക്ക് അങ്ങ് ജമ്പിങ് അത് ശരിയല്ലല്ലോ. ഈ പരിണാമം രേവതിയൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പരിണാമം രേവതി അങ്ങ് യൂറോപ്പിലെത്തി. എൻ്റെ രേവതി കഴിഞ്ഞ സീസണിൽ നിങ്ങൾ തന്നെയല്ലേ ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി കോംബോ വിഷയത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയത്. ആ ഒരു വർഷത്തെ വ്യത്യാസമല്ലേ നിങ്ങൾക്കുള്ളൂ. ആ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പുരോഗതി ഉണ്ടായോ? ഇത്ര സ്പീഡിൽ അങ്ങോട്ട് പരിണമിക്കേണ്ട. ഇത് ഫാമിലി ഷോ ആണെന്ന് മോഹൻലാൽ പറഞ്ഞു. 3-4 തലമുറ വ്യത്യാസമുള്ള ആൾക്കാരാണ് ഈ ഷോ കാണുന്നത്. ഇത് ബിഗ് ബോസ് ഷോ അല്ലേ, ഇത് ഫാമിലി ഷോ അല്ലേ. അല്ലാണ്ട് ഇത് ജെൻസി കിഡ്സിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സംഭവങ്ങളൊന്നും അല്ലല്ലോ. ആണോ? മാത്രമല്ല ഈ ജെൻസി കിഡ്സ് എത്ര ശതമാനമാണ് ഈ ഷോയ്ക്ക് വോട്ട് ചെയ്യുന്നത്? പിന്നെ ഇതങ്ങ് സീരിയസ് ആണ്, ജീവിതമാണെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്.